എല്ലാവർക്കും സൈടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം ആഘോഷമാക്കിയ ഒരു സൂര്യഗ്രഹണത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ സ്ഥിരമായി കാണുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലൊക്കേഷനിൽ നിന്നാണ് ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതിന് കാരണം ഇവിടെ ഇരുന്ന് തന്നെയാണ് ഞാൻ സൂര്യഗ്രഹണം കണ്ടത് എന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ഞാൻ കണ്ടത് വലയ സൂര്യഗ്രഹണമല്ല, മധ്യകേരളത്തിൽ നിന്നുള്ള ഭാഗിക സൂര്യഗ്രഹണമാണ്. ഏകദേശം 90% സൂര്യൻ്റെ പ്രഭാമണ്ഡലത്തെ മറയ്ക്കുന്ന ഒരു ഭാഗിക സൂര്യഗ്രഹണമാണ് ഞാൻ കണ്ടത്. സൂര്യഗ്രഹണം എന്താണെന്നും എങ്ങനെ ഉണ്ടാകുന്നു എന്നൊന്നും ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം അത് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പ്രത്യേകമായി പറഞ്ഞതാണ്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. കാണാത്തവർ പോയി കാണുക. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം സൂര്യഗ്രഹണം കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം. സൂര്യഗ്രഹണത്തിനായുള്ള എൻ്റെ തയ്യാറെടുപ്പുകൾ വിശദീകരിച്ച ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഇപ്പോൾ ഈ ടെലിസ്കോപ്പിൽ വച്ചിരിക്കുന്ന ഫിൽറ്ററിനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. ഗ്രഹണം തുടങ്ങുന്നതിന് മുമ്പായി തന്നെ എല്ലാം സജ്ജീകരിക്കണമെന്ന് കരുതിയിരുന്നെങ്കിലും സജ്ജീകരണങ്ങളെല്ലാം കഴിഞ്ഞു വന്നപ്പോഴേക്കും ഗ്രഹണം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ സമയം 8:10 സൂര്യനെ ടെലിസ്കോപ്പിൽ കണ്ടെത്താൻ കുറച്ച് പാടുപെടേണ്ടി വന്നു. എന്നാലും ഭാഗിക ഗ്രഹണം തുടങ്ങിയപ്പോൾ തന്നെ വീഡിയോ റെക്കോർഡിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞു. കൂൾപാഡ് നോട്ട് 5 ലൈറ്റ് എന്ന എൻ്റെ പഴയ ഒരു ഫോൺ ക്യാമറ ഉപയോഗിച്ചാണ് ഞാൻ ഈ ഗ്രഹണം ചിത്രീകരിക്കുന്നത്. ഗ്രഹണ സമയത്ത് പല സുഹൃത്തുക്കളും ഗ്രഹണം കാണുന്നതുമായി ബന്ധപ്പെട്ട സംശയവുമായി വിളിക്കുകയുണ്ടായി. അവർക്കെല്ലാവർക്കുമായി പിൻഹോൾ പ്രൊജക്ഷനിലൂടെ ഗ്രഹണം കാണുന്ന രീതി പെട്ടെന്ന് സജ്ജീകരിച്ച് വീഡിയോയായി അയച്ചുകൊടുത്തു. മുഴുവൻ സമയവും ടെലിസ്കോപ്പിലെ മൊബൈൽ സ്ക്രീനിൽ നോക്കിയിരിക്കാതെ ഗ്രഹണം എത്രത്തോളമായി എന്ന് ഞാൻ മനസ്സിലാക്കിയതും ഈ സംവിധാനം ഉപയോഗിച്ചായിരുന്നു. ഗ്രഹണം അതിൻ്റെ പരമാവധിയിൽ എത്തുന്ന സമയം അന്തരീക്ഷത്തിൽ എത്രമാത്രം ഇരുട്ട് വരും എന്ന് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പൂർണ്ണ സൂര്യഗ്രഹണ സമയം ആകാശം ഇരുട്ടാവുമ്പോൾ അവിടെ ബുധനെയും ശുക്രനെയും എല്ലാം കാണാം എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ വലയ സൂര്യഗ്രഹണത്തിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ദൃശ്യമാകുമോ എന്ന കാര്യം സംശയമാണ്. എന്നാൽ ഞാൻ കണ്ട ഈ ഭാഗിക സൂര്യഗ്രഹണം അതിൻ്റെ പരമാവധിയിൽ എത്തിയപ്പോഴേക്കും വൈകിട്ട് ഒരു 5-5:30 മണി സമയത്ത് അനുഭവപ്പെടുന്ന പ്രകാശം അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഗ്രഹങ്ങളെയൊന്നും കാണാൻ കഴിയില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഗ്രഹണം തുടങ്ങുന്ന സമയം തന്നെ ഞാൻ ഗൂഗിൾ സ്കൈ മാപ്പ് എടുത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ ഇപ്പോൾ ആകാശത്ത് ഉണ്ടാകാം എന്ന് പരിശോധിച്ചിരുന്നു. അപ്പോൾ കണ്ട രസകരമായ ഒരു കാഴ്ചയാണ് സൂര്യന് പിന്നിൽ വ്യാഴം നിൽക്കുന്നു. അതായത് സാങ്കേതികമായി പറഞ്ഞാൽ ഗ്രഹണത്തിനൊപ്പം തന്നെ ഒരു ആകാശഗോളം മറ്റൊന്നിൻ്റെ പിന്നിലൂടെ പോകുന്ന ഒക്കൽറ്റേഷൻ എന്ന പ്രതിഭാസവും അവിടെ അരങ്ങേറുന്നുണ്ടായിരുന്നു. എന്നാൽ സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒക്കൽറ്റേഷനുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഏകദേശം 9:28 ഗ്രഹണം അതിൻ്റെ പരമാവധിയിലെത്തി. ടൈം ആൻഡ് ഡേറ്റ് എന്ന വെബ്സൈറ്റിൽ പറഞ്ഞത് പ്രകാരം ഞാൻ കണ്ട ഈ ഭാഗിക സൂര്യഗ്രഹണത്തിൽ ചന്ദ്രൻ സൂര്യൻ്റെ 90% മറച്ചു. ഗ്രഹണം അതിൻ്റെ പരമാവധിയിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം പ്രകൃതിയിൽ വന്ന മാറ്റമാണ്. അന്തരീക്ഷമാകെ ചെറിയ ഇരുട്ടു പടർന്നതും ഇലകൾക്കിടയിലൂടെ ഗ്രഹണ സൂര്യനെ കണ്ടതുമെല്ലാം സൂര്യഗ്രഹണത്തിൻ്റെ വേറിട്ട അനുഭവങ്ങളാണ്. പ്രകൃതിയിൽ കണ്ട മറ്റൊരു പ്രധാന മാറ്റം കാറ്റില്ലാതെ മരങ്ങളുടെ ഇലകളെല്ലാം നിശ്ചലമായിരിക്കുന്നതാണ്. ഗ്രഹണ സമയം അന്തരീക്ഷ താപനില കുറയുന്നതിനാൽ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകാതെ നിൽക്കുന്നു. തൽഫലമായി ഗ്രഹണം നടക്കുന്ന പ്രദേശത്തെ മർദ്ദം കുറയാതിരിക്കുകയും ചെയ്യുന്നു. കാറ്റിൻ്റെ ഗതി മാറുകയും ഗ്രഹണം നടക്കുന്ന സ്ഥലങ്ങളിൽ വളരെ വേഗത കുറഞ്ഞ കാറ്റോ കാറ്റില്ലാത്ത അവസ്ഥയോ ഉണ്ടാകുന്നു. സൂര്യഗ്രഹണം നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് സൂര്യഗ്രഹണത്തെക്കുറിച്ച് ഞാൻ ആദ്യം ചെയ്ത വീഡിയോ കണ്ട ശേഷം പലരും ചോദിച്ചിരുന്നു. ഗ്രഹണ സമയം കണ്ണിന് അധികം ആയാസമില്ലാതെ സൂര്യനെ നോക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് അതിലെ അപകടം. ഗ്രഹണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ഒന്നു തന്നെയാണ്. അല്ലാതെ സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ മാത്രം ഹാനികരമായ രശ്മികൾ ഒന്നും തന്നെ വരുന്നില്ല. എന്നാൽ ഗ്രഹണ സമയം സൂര്യൻ്റെ പ്രഭാമണ്ഡലം ചന്ദ്രൻ മറയ്ക്കുന്നതിനാൽ കണ്ണിന് അധികം ആയാസമില്ലാതെ സൂര്യനെ നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോഴും കണ്ണിന് ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികൾ സൂര്യനിൽ നിന്ന് നമ്മുടെ കണ്ണിൽ പതിക്കുന്നുണ്ട്.
അതുകൂടാതെ പ്രകാശം കുറവുള്ളപ്പോൾ കണ്ണിലെ കൃഷ്ണമണി വലുതാകുകയും കൂടുതൽ പ്രകാശത്തെ കടത്തിവിടുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനം നടക്കാൻ 5 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും. എന്നാൽ ഗ്രഹണ സമയം ചന്ദ്രൻ്റെ മറ നീങ്ങി പെട്ടെന്ന് സൂര്യപ്രകാശം കണ്ണിൽ പതിക്കുന്നു. ഇത് റെറ്റിനയിലെ കോശങ്ങൾ നശിക്കുന്നതിന് ഇടവരുത്തുന്നു. ഇപ്പോൾ ഗ്രഹണത്തിൻ്റെ പകുതി പിന്നിട്ടിരിക്കുന്നു. ചന്ദ്രൻ്റെ മറ മാറി സൂര്യൻ്റെ പ്രഭാമണ്ഡലം വീണ്ടും പ്രകാശിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഈ സമയം വാട്സപ്പ് പരതിയപ്പോൾ കണ്ണൂർ മാതമംഗലത്തു നിന്ന് എൻ്റെ സുഹൃത്ത് സജിത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരുക്കിയ സംവിധാനത്തിലൂടെ കണ്ട വലയ സൂര്യഗ്രഹണം അയച്ചു തന്നിരിക്കുന്നു. 11 മണിയോടെ ഗ്രഹണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ എൻ്റെ ക്യാമറയും ഓഫ് ചെയ്തു. ഈ ചാനലിൽ വരാറുള്ള പതിവ് വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായി സൂര്യഗ്രഹണ സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത്. ഫിസിക്സും ആസ്ട്രോണമിയും സംബന്ധമായ വീഡിയോകളാണ് ഈ ചാനലിൽ അധികവും വരാറ്. നിങ്ങൾക്ക് അത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ധൈര്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഗുഡ് ബൈ.